പത്തനംതിട്ട പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതക കേസിൽ പ്രതികൾക്ക് ഡിവൈഎഫ്ഐ ബന്ധമുണ്ട് എന്ന പ്രചാരണം തെറ്റെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്നതിന്റെ പേരിൽ പ്രതികളെ സംഘടനകളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നുവെന്നും രാജു അബ്രഹാം പറഞ്ഞു. CPM പറയുന്നത് പച്ചക്കള്ളമെന്നും CPM നാടകം ഇന്നലെ തന്നെ പൊളിഞ്ഞുവെന്നുമാണ് BJP ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണം. ഇതിനകത്ത് പ്രതികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ അവർ നേരത്തെ RSS പ്രവർത്തകരായിരുന്നു. 2022 എന്ന് വെച്ചാൽ 3 വർഷം മുമ്പ് അവർ കുറച്ചു കാലം DYFIയിൽ വന്നു. അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളായിട്ടാണ് അവരെ രണ്ടുപേരെയും അന്ന് വെച്ചത്. അവർ വന്ന് കഷ്ടിച്ച് 2-3 മാസം DYFIയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അവിടുത്തെ ഈ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനങ്ങൾ, അവിടുത്തെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കൈവിടാൻ അവർ തയ്യാറായില്ല. ഞങ്ങൾ അന്ന് തന്നെ പിന്നീട് അവരെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല. അവർ വീണ്ടും RSSലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. CPM വെറുതെ പച്ചക്കള്ളമാണെന്ന് ഇന്നലെ തന്നെ അത് പൊളിഞ്ഞു പോയില്ലേ അവരുടെ നാടകം. ഈ CPM നേതാക്കന്മാർ തന്നെ വേറൊരു CPMകാരനെ കൊലപ്പെടുത്തിയിട്ട് ഇതെല്ലാം BJP ആണെന്നുള്ള കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ കള്ളനാടകം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിട്ട് അതിനുവേണ്ടി പാട്ട് കുലുക്കാമെന്നുള്ള വ്യാമോഹമായിരുന്നു CPMനുണ്ടായിരുന്നത്. ശ്രീകുമാർ പത്തനംതിട്ടയിൽ വിവരങ്ങളുമായി. ശ്രീത്ത്, DYFIയിൽ 2-3 മാസത്തേക്ക് താൽക്കാലിക പ്രവർത്തിക്കാൻ വരുന്നവർക്ക് യൂണിറ്റ് ഭാരവാഹികളാകുമോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് പോട്ടെ, ഇവിടെ ഈ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ച പ്രാദേശികമായി വളരെ സജീവമായി നടക്കുകയാണോ അവിടെ ശ്രീത്ത്? തീർച്ചയായും പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നാലാം പ്രതി സുമിത്ത്, അതുപോലെ തന്നെ മിഥുൻ എന്നീ പ്രതികൾക്ക് കൃത്യമായ CPIM ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അപ്പോഴാണ് CPM നേതൃത്വം ഏതാണ്ട് വെട്ടിലായത്. അപ്പോഴാണ് CPM നേതൃത്വവും DYFI ജില്ലാ നേതൃത്വവും കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2-3 മാസക്കാലം DYFIയുടെ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരെ ആ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ്. പിന്നീട് ഒരു പരിപാടിയിൽ അവർ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ കാണിച്ചു തരാൻ കഴിയും. അത് 2 വർഷങ്ങൾക്ക് മുൻപുള്ള പരിപാടികളിലാണ് അവരെല്ലാം തന്നെ പങ്കെടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ് DYFI CPM നേതാക്കൾ ചോദിക്കുന്നത്. RSSകാരായ കൊട്ടിൻ ക്രിമിനലുകൾ തന്നെയാണ് എന്ന് അവർ ആവർത്തിക്കുകയാണ്. അത് CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം തന്നെ ആ ഒരു നിലപാട് അദ്ദേഹം രാവിലെ വിശദീകരിച്ചു. പക്ഷേ BJP ഈ വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് അവരും തുറന്നു പറയുകയാണ്. പാർട്ടി ഫണ്ട് പിരിക്കാൻ, രക്തസാക്ഷിയെ സൃഷ്ടിച്ച് പാർട്ടി ഫണ്ട് പിരിക്കാനുള്ള നീക്കം പൊളിഞ്ഞു. അത് ഇന്നലെ പ്രതിയായ നിഖിലേഷിന്റെ അമ്മ, പ്രതിയായ നിഖിലേഷിന് CITU അംഗത്വമുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ പൊളിഞ്ഞു എന്നാണ് BJP നിലപാട്. എന്തായാലും CPM ഈ വിഷയത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ പോലും പോലീസ് ഒരു ഘട്ടത്തിൽ പോലും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് എന്ന നിലപാടിൽ പോലീസും ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെളിവുകൾ ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയമായി കേസാണെന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും ഈ ജിതിന്റെ സംസ്കാരം നാളെയാണ് നടക്കുക. ജിതിന്റെ അമ്മ വിദേശത്താണ്, അവർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നാളെയാണ് സംസ്കാരം നടക്കുക. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുന്നത്. അതായത് പാർട്ടി രക്തസാക്ഷി തന്നെയാണ്, പാർട്ടിക്കാരനാണ് ജിതിൻ. അതിൽ അവർ പറയാൻ കാരണമുണ്ട്. നേരത്തെ മറ്റൊരു ബോംബ് കേസിൽ മലയാലപ്പുഴ മോഹനും മിഥുൻ എന്ന അപ്പുണ്ണിയും ഒക്കെ പ്രതിയായ ബോംബ് കേസിൽ 3-ാം പ്രതിയായിരുന്നു ഈ ജിതിൻ. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ പാർട്ടി സഖാവ് തന്നെയാണ്. അതുകൊണ്ട് ജിതിന് കൃത്യമായ അന്തിമ യാത്ര നൽകാനുള്ള ഒരുക്കത്തിലാണ് CPM. ഓക്കെ, ശ്രീകുമാരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പ്രതികൾക്ക് BJP RSS ബന്ധമെന്ന് CPM ആരോപിക്കുന്നു. അതല്ല, പ്രതികൾക്ക് DYFI ബന്ധമെന്ന് BJPയും ആരോപിക്കുകയാണ്.